ഈ 7 കാര്യങ്ങൾ ബിസിനസ്സുകാരന് അടിസ്ഥാനപരമായിട്ട് അറിയണം. അതായത് 1 മാർക്കറ്റിംഗ്, 2 സെയിൽസ്, പ്രോഫിറ്റ്, സിസ്റ്റം, ഡെലിഗേഷൻ, ഓൺ ദ ബിസിനസിന്റെ പുറത്ത് കിടക്കാൻ അറിയണം. പിന്നെ അവൻ എക്സ്പാൻഷനിലേക്ക് എത്തുന്നു. ഇത് 7 പ്രോസസ്സും അറിയാവുന്ന ഒരാളാണ് ബിസിനസ്സുകാരൻ. ഈ കാര്യം അറിഞ്ഞാൽ മാത്രം പോരാ, വേറെ 3 കാര്യങ്ങൾ അവന് ഉണ്ടാകും. ഒന്ന് ഐക്യു. ഐക്യു എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോൺഷ്യന്റ്. ഇന്റലിജൻസ് കോൺഷ്യന്റ് നമ്മുടെ എന്താ പറയാ, ബുദ്ധി. നമുക്ക് ബുദ്ധി ഉണ്ടാകണം. അതായത് കണക്കറിയണം, നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവ്, നമുക്ക് ആൾക്കാരുമായിട്ട് സാമാന്യമായിട്ട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഭാഷാപരമായിട്ടുള്ള കഴിവ്. ഈ കഴിവ് നമുക്കുണ്ടാകണം. രണ്ടാമത് കഴിവുണ്ട്, അതാണ് ഇക്യു. ഇക്യു മീൻസ് ഇമോഷണൽ കോൺഷ്യന്റ്, വൈകാരികപരമായിട്ടുള്ള ബുദ്ധി. നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. ഇവിടെ വരുമ്പോൾ പ്രശ്നമാണ്, എല്ലാവർക്കും ഈ കഴിവ് ഉണ്ടാകണമെന്നില്ല. ഇക്യു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. നമ്മൾ കുറെ ലോൺ എടുത്ത് കുറെ കാശ് കിട്ടും. ഈ കാശ് കൊണ്ട് നമുക്ക് ബിസിനസ്സും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വലിയ വീട് അടിപൊളിയാക്കാം, നല്ല കാറും വാങ്ങാം. നമുക്ക് വല്ല ലാഭമൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ തരാൻ വേണ്ടി ഒരുപാട് പേര് തയ്യാറാണ്. ആ കാശ് കൊണ്ട് നമുക്ക് നല്ല കാറ് വാങ്ങാം, ലോണിൽ പുതിയ ഡ്രസ്സ് എടുക്കാം, നമുക്ക് അടിച്ചു പൊളിച്ച് കുറെ ദിവസം നടക്കാം. അത് അങ്ങനെ എടുക്കുന്നത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിവില്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനും കഴിയില്ല. ഇത് പല ബിസിനസ്സുകാരുടെ പ്രശ്നമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്, അതാണ് SQ. ഇതാണ് ഏറ്റവും പ്രധാനം, സോഷ്യൽ കോൺഷ്യന്റ്. അതായത് പീപ്പിൾ മാനേജ്മെന്റ്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം. ഇതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് കസ്റ്റമറെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം, നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം, നമുക്ക് നമ്മുടെ പാർട്ട്ണർമാരെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം. പീപ്പിൾ മാനേജ്മെന്റ്. ഇത് 3 കഴിവുണ്ടെങ്കിൽ മാത്രമേ ഏതൊരാളായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ.